ഓക്കെ. हम लोग भी अब जाएंगे, പേജ് നമ്പർ 8 അല്ലേ? എല്ലാവരും പ്രസന്റ് ടൈപ്പ് ചെയ്തല്ലോ? പ്രസന്റ് ടൈപ്പ് ചെയ്തില്ലേ? ഓക്കെ. അത് ആ മജീഷ്യൻ, ആ ചെറിയ മജീഷ്യൻ ജാദൂഗർ എന്തൊക്കെയോ അവിടുന്ന് അഭിനയിച്ച് കാണിച്ചു അല്ലേ? എന്തൊക്കെയോ മാജിക്കുകൾ, ട്രിക്കുകൾ കാണിച്ചു കൊടുത്തു. എല്ലാവരും സബ് ഹസ്തേ ഹസ്തേ ലോഡ് പോഡ് ഹോഗേ, ചിരിച്ചു മരിച്ചു. എന്തോ അതിനൊരു പ്രയോഗം നമ്മൾ പറയാറില്ലേ? ചിരിച്ചു മണ്ണ് കപ്പി, അങ്ങനെയൊക്കെ പറയാറില്ലേ? ആ ഒരു പ്രയോഗമാണ് ഹസ്തേ ഹസ്തേ ലോഡ് പോഡ് ഹോഗയ. നമ്മൾ ചിരിച്ചിരിച്ചിരിച്ചിരിച്ചിട്ട് അങ്ങ് മരിച്ചു എന്നെല്ലാം പറയും അല്ലേ? ആ പ്രയോഗമാണ് അവിടെ. അപ്പൊ ഇവിടെ ആ മജീഷ്യന്റെ ട്രിക്കുകൾ കണ്ടപ്പോഴേ എല്ലാവരും ചിരിച്ചു, നല്ല രീതിയിൽ ചിരിച്ചു. മേ സോച്ച് രഹാ ഥാ, ഞാൻ ചിരിച്ചെന്താണ്? ബാലകക്കോ ആവശ്യകതാനെ കിത്ന ശീഘ്ര ചതുർ ബനാ ദിയ, എന്ത് സാമർത്ഥ്യാണ് ആ കുട്ടിക്ക്! ഇത്ര ചെറിയ കുട്ടിയായിട്ടും അവൻ നല്ല സാമർത്ഥ്യം ഉണ്ടല്ലോ, നല്ല കുട്ടിയാണല്ലോ. അബ് ഹോ ചുക അപ്ന ഖേൽ ബട്ടോർ ലോ, ഹം ലോഗ് ഭി അബ് ജായേംഗെ. അപ്പൊ എല്ലാവരും അവിടെ ഇരുന്നവർ വേഗം പോകാൻ വേണ്ടി ധൃതി കാണിക്കുകയാണ്. ശ്രീമതി ജിനെ ധീരെ സേ ഉസേക്ക് രൂപയാ ദേ ദിയ, തന്റെ ഭാര്യ വൈഫ് എന്ത് ചെയ്തു? ആ കുട്ടിക്ക് ഒരു രൂപ നാണയം നൽകി. വഹ് ഉജ്ജൽ ഉടാ മൈനെ കഹ ലഡ്കേ ചോട്ടാ ജാദൂഗർ കഹിയേ യഹി മേരാ നാം ഹേ ഇസിസേ മേരി ജീവിക ഹേ. അപ്പൊ ആ കുട്ടി പറയാണ്, ചോട്ടാ ജാദൂഗർ പറയാണ്, ഇതാണ് എന്റെ പേര് ചോട്ടാ ജാദൂഗർ ആണല്ലേ, മജീഷ്യൻ എന്നാണ്. എന്റെ ജീവിതം എന്ന് പറഞ്ഞ, എന്റെ ജീവിതം എന്ന് പറഞ്ഞ എന്താണ്? എന്റെ ജീവിക, എന്റെ ജീവിതത്തിലേക്കുള്ള പൈസ കണ്ടെത്തലാണ് ഈ തൊഴിൽ. ഏത്? ഈ മാജിക് കാണിക്കുന്നത് ഉണ്ടല്ലോ. വഹ് നമസ്കാർ കർക്കെ ചലാ ഗയാ, ഹം ലോഗ് ലതാ കുഞ്ച് ദേഖ്നെ കെ ലിയെ ചലാ ഗയാ. അദ്ദേഹം അവരെ എല്ലാവരും പ്രണമിച്ചുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് തിരിച്ചുപോയി. ചോട്ടാ ജാദൂകർ കാ സ്മരൺ ഹോ ആതാ ഥാ തബി ദേഖ. അതില് മിസ് പറയാൻ വിട്ടുപോയി. ഫസ്റ്റ് ആ പാരഗ്രാഫ് തുടങ്ങുന്നില്ലേ? ഗുഡാവർ കാനാ നിഗല എന്നല്ലേ തുടങ്ങുന്ന പാരഗ്രാഫ് ഇല്ലേ? ഗുഡാവർ എന്ന് വായിച്ച ഭാഗം, ആ ഗുഡാന്ന് തുടങ്ങുന്ന ഭാഗത്തൊന്ന് മാർക്ക് ചെയ്ത് 3 നമ്പർ ഇട്ട് എവിടെ? അപ്പൊ ഈ പറഞ്ഞിരുമ്പോ തന്നെ നിങ്ങൾ അവിടെ നമ്പർ ഇട്ട് വെച്ചാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ സിമ്പിൾ ആവും. 3 നമ്പർ 3 ഗുഡ, പേജ് നമ്പർ 8 ഫസ്റ്റ് പാരഗ്രാഫ് തുടങ്ങുന്ന ഭാഗം അവിടെ മാർക്ക് ചെയ്യും. ഗുഡാന്ന് തുടങ്ങുന്ന ഭാഗത്ത് മാർക്ക് ചെയ്ത് നമ്പർ 3 ഇടുക. गुड्डा वर काना निगला, लड़के की वाजालदा से ही अभिनय हो रहा था, सब हंसते हंसते लोट पोट हो गए എന്ന് വരെ മാർക്ക് ചെയ്യാം. അത് ക്വസ്റ്റ്യൻ നമ്പർ 3 ആൻസർ ആണ്. ഓക്കെ, ബാക്കി പറയാം. അത് മിസ് ഇപ്പൊ വായിക്കുമ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്താലേ ക്വസ്റ്റ്യൻ ആൻസർ പറയുമ്പോൾ എളുപ്പമാവൂലേ? അല്ലെങ്കിൽ നിങ്ങൾ ആ പേജ് നമ്പർ, സെന്റൻസ് എല്ലാം കണ്ടുപിടിക്കണ്ടേ? രഹ് രഹ് കർ ചോട്ടാ ജാദൂഗർ കാ സ്മരൺ ഹോ ആതാ था, तभी देखा वह एक झोंपड़ी के पास कंबल कंधे पर डाले खड़ा था, मैंने मोटर रोककर उससे पूछा तुम यहाँ कहाँ. ഞാൻ അതുപോലെ ഒരു ദിവസം വണ്ടിയിൽ പോകുന്ന സമയത്ത് എന്റെ മനസ്സിൽ മുഴുവനും ഈ ചോട്ടാ ജാദൂഗർ, ഈ മജീഷ്യനെ എന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഒരു കുടിലിന്റെ മുന്നിലെ ഈ കുട്ടിയെ ഞാൻ കണ്ടു. ഞാൻ എന്റെ വണ്ടി നിർത്തിയിട്ട് ചോദിച്ചു, നീ എന്താ ഇവിടെ? മേരി മാം യഹി ഹേന, എന്റെ അമ്മ ഇവിടെയല്ലേ എന്ന് തിരിച്ചപ്പോ അവൻ മറുപടി പറഞ്ഞു. അബു ഉസേ അസ്പതാൽ വാലോനെ നികാൽ ദിയാ ഹെ മേ മുദർ ഗയ. അതായത് ആശുപത്രിക്കാര്, അതായത് വീട്ടിലാണ് ഇപ്പൊ, ഇവിടെയാണ് ആരുള്ളത്? എന്റെ അമ്മയുള്ളത്. അതായത് അമ്മ രോഗിയാണ് അല്ലെ, എന്തൊരു അസുഖം ഉണ്ട് അമ്മയ്ക്ക്. മേ മുദർ ഗയ, ഞാൻ അതിൽ നിന്ന് ഇറങ്ങി. ഉസ് ജോംബടി മേ ദേക്കാത്തോ, ഇനി വായിക്കുന്ന പാരഗ്രാഫ് മാർക്ക് ചെയ്തോ. ഉസ് ജോംബടി മേ, ഊസ് തുടങ്ങുന്ന ഭാഗം നമ്പർ 4. ഉസ് ജോംബടി മേ ദേക്കാത്തോ ഏക് സ്ത്രീ ചിതടോം സെ ലദി ഹുയി കാമ്പ് രഹി ഥി. കാമ്പ് രഹി ഥി വരെ മാർക്ക് ചെയ്യാം. ഫെയ്ത്ത് മാർക്ക് ചെയ്തോ? ശ്രീദേവിന് കേൾക്കുന്നുണ്ടോ മോനെ? ഓക്കെ, ആ കാമ്പ് രഹി ഥി വരെ മാർക്ക് ചെയ്യുക. ഉസ് ജോംബടി മേ ദേക്കാത്തോ ഏക് സ്ത്രീ ചിതടോം സെ ലദി ഹുയി കാമ്പ് രഹി ഥി. ആ കുടിലിനുള്ളിലേക്ക് നോക്കിയപ്പോഴ് എന്താ അദ്ദേഹം കണ്ടത്? ഒരു കമ്പിളി, അതായത് ഒരു ബെഡ്ഷീറ്റിന്റെ ഉള്ളില് പൊതിഞ്ഞിട്ട് ഒരു സ്ത്രീ ഇങ്ങനെ വിറച്ച് കിടക്കുകയാണ്. വല്ലാത്തൊരവസ്ഥയായിരുന്നു കണ്ടത്. അതായത് ചെറിയ ഈ മാജിഷ്യന്റെ അമ്മ അല്ലെ. छोटे जादूगर ने कंबल ऊपर से डालकर उसके शरीर से लिपटते हुए कहा, माम मेरी आंखों से आंसू निकल पड़े. പെട്ടെന്ന് ആ കുട്ടി
ഉള്ളിലേക്ക് പ്രവേശിച്ച് അമ്മയുടെ എന്താണ് ആ പുതപ്പ് അങ്ങോട്ട് നീക്കിയിട്ട് അമ്മയുടെ അമ്മയെ ഒന്ന് ആശ്ലേഷിച്ചു കൊണ്ട് വിളിച്ചു, അമ്മ, മാം, അമ്മേ. എന്തൊരു സങ്കടാണല്ലേ. പാവം തന്നെ അല്ലേ. അമ്മയും മോനും മാത്രമേ ഉള്ളൂ. അമ്മയാണെങ്കിൽ രോഗി, അച്ഛൻ ജയിലിലാന്ന് അന്നേ പറഞ്ഞു അല്ലേ. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, അമ്മയാണെങ്കിൽ അസുഖമായിട്ട് മിണ്ടാതെ ഇങ്ങനെ കിടക്കുന്നു പറയുമ്പോ പാവം തോന്നുന്നു. छुट्टी बीत चली थी, ऑफिस में समय से पहुंचना था, कलकत्ते में मन उब गया था, फिर भी चलते चलते एक बार उस उद्यान को देखने की इच्छा हुई. പിന്നീട് ഞാൻ എത്രയോ തവണ ഓഫീസ് അവധി ഉള്ള സമയത്തൊക്കെ ഞാൻ ഈ കുട്ടിയെ അന്വേഷിക്കുമായിരുന്നു. साथ ही साथ जादूगर भी दिखाई पड़ जाता तो और भी मैं उस दिन अकेले ही चल पड़ा. ഞാൻ എല്ലായിടത്തും ഈ കുട്ടിയായിരുന്നു അന്വേഷിച്ചത്. എവിടെന്നെങ്കിലും അതായത് മാജിക് കൊണ്ട് നിൽക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുമായിരുന്നു. എന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരുന്നു ആ കുട്ടി. 10 बज चुके थे, मैंने देखा उस निर्मल धूप में सड़क के किनारे एक कपड़े पर छोटे जादूगर का रंगमंच सजा था. ഒരു ദിവസം നല്ല നട്ടുച്ച വെയില്. ആ സമയത്ത് പെട്ടെന്ന് ഞാൻ കണ്ടു, ഒരു മരത്തിന് കീഴെ ഇവിടെ ഒരു സ്റ്റേജ് പോലെ കെട്ടിയിട്ടുണ്ട്. ആരായിരുന്നു അവിടെ? ഛോട്ടാ ജാദൂഗർ. മേ മോട്ടോർ രോഗിക്കർ ഉദർപട. ഞാൻ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി. वहां बिल्ली रूट नहीं थी, भालू मनाने चला था, ब्याह की तैयारी थी. यह सब होते हुए भी जादूगर की वाणी में वह प्रसन्नता नहीं थी. അതായത് അവന്റെ അടുത്ത് പല വിധത്തിലുള്ള അത് എന്താ പറയണ്ടേ കളിപ്പാട്ടങ്ങള്, ഭാലു, കരടി കണ്ടോ, അവന്റെ കയ്യിൽ കണ്ടോ കുറെ പാവകൾ കണ്ടോ, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും അവന്റെ മുഖത്ത് തെളിച്ചം ഉണ്ടായിരുന്നില്ല, സന്തോഷം ഉണ്ടായിരുന്നില്ല. ജാദൂഗർക്കി വാണിമേ, ജാദൂഗറിന്റെ ആ മജീഷ്യന്റെ വാക്കുകളിലെ പ്രസന്നത നഹീംഹി, സന്തോഷം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇന്നിപ്പോ അങ്ങനെ ഒരു അനുഭവം തോന്നുന്നുണ്ട്. ആരുടെ അടുത്താന്ന് പറയട്ടെ? ഇജാസ് ഒന്ന് നോക്കിയേ മിസ്സിനെ. ഇജാസ് മിസ്സിനെ മറ്റേ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്. ഇന്നിപ്പോ വലിയ തെളിച്ചൊന്നുമില്ല, ഇങ്ങനെ വേണമെങ്കിൽ ഇരിക്കാനുള്ള രീതിയിലാണ് ഇരിക്കുന്നത് അല്ലേ? ഇല്ല അല്ലേ? ഫുൾ ഹാപ്പിയാണ്. ഓക്കെ, അങ്ങനെ ആയിരിക്കണം കേട്ടോ. നിങ്ങളൊക്കെ ഓരോരുത്തര് നിങ്ങളുടെ മുഖം വാടുമ്പോ നമുക്കും വിഷമം വരും. അല്ല ഫെയ്ത്ത് നോക്കിയേ. എന്നിട്ട് ഇവിടെ എന്താണ്? ആ മജീഷ്യന്റെ വാക്കുകളിലെ സന്തോഷം ഉണ്ടായിരുന്നില്ല അല്ലെ? जब वह औरों को हंसाने की चेष्टा कर रहा था तब जैसे स्वयं कांप जाता था. खेल हो जाने पर पैसा बटोरकर उसने भीड़ में मुझे देखा. അദ്ദേഹം ആ മജീഷ്യൻ ആ കുട്ടി എന്തൊക്കെയോ ആളുകൾ ചിരിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചേഷ്ടകൾ കാണിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ പൈസ ആളുകൾ കൊണ്ട് അവിടെ ഇടുന്നുണ്ടായിരുന്നു ആ സ്റ്റേജില്. അതൊക്കെ എടുത്തു വെക്കുന്ന ഇടയിലെ ആ തിരക്കിനിടയിൽ എന്നെ കണ്ടു അവൻ. വഹ് ജൈസെ ക്ഷൺ ബർക്കയിലെ സ്ഫൂർത്തിമാൻ ഹോഗയ, ആകെ ആശ്ചര്യപ്പെട്ടു പോയി. മൈനെ ഉസ്കി പീഠ ദബ്ദബാത്തെ ഹുയെ പൂച്ച, ആജ് തുമാര ഖേൽ ജമാ ക്യോം നഹി, എന്താ നീ വേഗം കളി നിർത്തിയതെന്ന് ചോദിച്ചു. മാംനെ കഹാ ഹെ കി ആജ് തുരന്ത് ചലേ ആന, എന്റെ അമ്മ ഇന്ന് പറഞ്ഞിരുന്നു പെട്ടെന്ന് വരണം. എന്താ എന്റെ അമ്മ പറഞ്ഞു വരുമ്പോ? വേഗം വരണേന്ന്. മേരി ഘടി സമീപ് ഹെ, വേറൊരു വേർഡ് കൂടി പറഞ്ഞിരുന്നു. മേരി ഘടി സമീപ് ഹെ. എന്താ ഈ ഘടി സമീപ് ഹെ എന്ന് പറഞ്ഞ അർത്ഥം എന്നറിയോ? അതൊരു പ്രയോഗമാണ്. എന്റെ മരണം അടുത്തെത്തി. മേരി ഘടി നീ വേഗം തിരിച്ചു വരണം, എന്റെ മരണം അടുക്കാറായി എന്നാണ് ആ അമ്മ പറഞ്ഞത്. ആ വിഷമാണ് ആ കുട്ടിക്ക്. അവിജൽ ഭാവ് സേ ഉസ്നെ കഹാ, അവനാകെ വിഷമത്തോടെയാണ് പറഞ്ഞത്. തബ് ഭി തും ഖേൽ ദിഖ്ലാനെ ചലേ ആയേ മൈനെ കുച്ച് ക്രോധ് സേ കഹാ. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ചോദിച്ചു, നീ അപ്പോ അമ്മ അങ്ങനെ പറഞ്ഞിട്ട് കൂടി നീ ഇവിടെ കളിക്കാൻ വേണ്ടി, അതായത് മറ്റുള്ളവരെ ഇത് മാജിക് കാണിക്കാൻ വേണ്ടി നീ ഇവിടെ വന്നുവോ? ഉസ്നെ കഹാ, അപ്പൊ ആ കുട്ടി പറഞ്ഞു, ക്യോം നാത്ത, എന്തേ വരാതിരുന്നാല്, എന്തെനക്ക് വന്നാല്. और कुछ अधिक कहने में जैसे वह अपमान का अनुभव कर रहा था. കുറച്ചുകൂടി എന്തൊക്കെ പറഞ്ഞു, പക്ഷെ എനിക്കത് ഒരു വിഷമായിട്ടാണ് തോന്നിയത്. ക്ഷൺ ഭർ में मुझे अपनी भूल मालूम हो गई, ഞാൻ എല്ലാം മറന്നു പെട്ടെന്ന്. उसके झोले को, എന്താ മറന്നത് അവിടെ? അതാണ് ചോദ്യം. പെട്ടെന്ന് ഞാൻ എല്ലാ കാര്യവും മറന്നു. ഏത് കാര്യം? എന്താണ്? ആ കുട്ടിയുടെ അമ്മ മുമ്പേ ആ കുടിലിനുള്ളിൽ ഇങ്ങനെ കിടക്കുന്ന ആ അവസ്ഥ കണ്ടത്. उसके झोले को गाड़ी में फेंक कर उसे भी बैठाते हुए मैंने कहा, എന്റെ ബാഗ്, എന്റെ സഞ്ചി വണ്ടിയിലേക്ക് എറിഞ്ഞുകൊണ്ട്
ഞാൻ അവനെ എന്റെ വണ്ടിയിൽ ഇരുത്തിട്ട് പറഞ്ഞു, ജൽദി ചലോ മോട്ടോർ വാല മേരെ ബതായ ഹുയെ പദ് പർ ചൽ പട. വേഗം വീട്ടിലേക്ക് പോകാൻ. കുച്ച് ഹി മിനിട്ടോ മേം ഝോമ്പടെ കെ പാസ് പഹുഞ്ച. ഞാനും ആ കുട്ടിയുടെ കൂടെ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് ആ കുടിലെത്തി. വീടെന്ന് പറയാൻ പറ്റില്ല, ഒരു കുടിലായിരുന്നു. കുടില് പറഞ്ഞാൽ അറിയില്ലേ മക്കളെ? അറിയില്ലേ? ജാദൂഗർ ദൗഡ് കർ ഝോമ്പടെ മേ മാം മാം പുകാർത്തെ ഹുയെ ഗുസ്സ. ആ മജീഷ്യൻ മദർ മദർ എന്ന് വിളിച്ചുകൊണ്ടാണ് അകത്തേക്ക് പ്രവേശിച്ചത്. മേം ഭി പീച്ചേ ഥാ. ഞാനും അവന്റെ പിറകിലുണ്ടായിരുന്നു. ഹിന്ദു സ്ത്രീക്ക് മുഹസെ. പക്ഷേ ആ അമ്മയുടെ, ആ സ്ത്രീയുടെ വായിൽ നിന്ന് ബേ നികൽക്കർ ഗേ. ആകെ വന്ന സൗണ്ട് ബേ എന്നത് മാത്രമായിരുന്നു. ബേ. ഉസ്കെ ദുർബൽ ഹാത്ത് ഉടുക്കർ ഗിർ ഗയേ. അവൻ, ആ അമ്മയുടെ കൈ കുഴഞ്ഞു വീഴുന്നതായി അവന് തോന്നി. എന്താ കുഴഞ്ഞു വീഴുക എന്ന് പറഞ്ഞാല്? നിങ്ങൾ കുഴഞ്ഞു കുഴഞ്ഞു വീണക്കല്ലേ പുറകോട്ട്? അതായത് കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുമ്പോ കുഴഞ്ഞു വീണെന്നതിനർത്ഥം മരിച്ചവരുടെ ആണ് കൈ, അതായത് നേരെ നിൽക്കില്ല അല്ലെ? ഉസ്കെ ദുർബൽ ഹാത്ത് ഉടുക്കർ ദിഖ് ഗയേ. ജാദൂഗർ ഉസ്സെ ലിബട്ടാ രോ രഹാ ഥാ. ആ മജീഷ്യൻ ആ അമ്മയെ ആശ്ലേഷിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. ഞാൻ ആകെ ആശ്ചര്യപ്പെട്ടു പോയി. ഉസ് ഉജ്വൽ ധൂപ് മേ സമഗ്ര സംസാർ ജൈസെ ജാദു സാ മേരെ ചാരോം ഓർ നൃത്യ കർണേ ലഗാ. ആ നട്ടുച്ച വെയിലും എനിക്ക് ചുറ്റും ഏതൊക്കെയോ മജീഷ്യന്മാർ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന പോലെയൊക്കെയാണ് എന്റെ മനസ്സ് തോന്നിയത്. എനിക്ക് അത്രയും വിഷമം തോന്നിയ ഒരു രംഗമായിരുന്നു അത്. അപ്പൊ ഈ കുട്ടി ആർക്ക് വേണ്ടിയായിരുന്നു ഈ മാജിക് ഒക്കെ കളിച്ചത്? ഈ അമ്മയെ ചികിത്സിക്കാനായിരുന്നു അല്ലെ? പാവം. എന്നിട്ട് അതിനെ അമ്മയുടെ രോഗം മാറ്റി ചികിത്സിച്ചെടുക്കാൻ പറ്റിയതുമില്ല അല്ലേ? പാവം തന്നെ ആ കുട്ടി. ജയശങ്കർ പ്രസാദ് എഴുതിയ കഥയാണ് കേട്ടോ ഇത്, ലിറ്റിൽ മജീഷ്യൻ. ആ ലെസൺ മനസ്സിലായോ? വായിക്കണേ, ഒരു 4-5 പ്രാവശ്യം അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും വായിക്കണേ. അതുപോലെ ഇനി നെക്സ്റ്റ് വേർഡ് മീനിങ്, ശബ്ദാർത്ഥ നോട്ടിലേക്ക് എഴുതുക. മിസ് എന്നോട് മിസ്സിന് ഇട്ട് തന്നില്ല എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ ആണോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ വർക്ക്സ് ആണോ ഇട്ട് തന്നില്ല എന്ന് പറഞ്ഞേ? ഒന്നുകൂടി പറഞ്ഞു മോനെ. മിസ് എനിക്ക് മിസ്സിനെ ഇട്ട് തന്നില്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ ഇട്ട് തന്നില്ല എന്നല്ല പറഞ്ഞത്. ഞാൻ നിനക്ക് ട്രോഫിയോ ചോക്ലേറ്റോ ഒന്നും തന്നിട്ടില്ല എങ്കില് മിസ് കേട്ടില്ല. ഞാൻ നിനക്ക് ട്രോഫിയോ അല്ലെങ്കിൽ എന്റെ ഇതായിട്ട് നിനക്ക് ട്രോഫിയോ ചോക്ലേറ്റോ എന്തെങ്കിലും സരിത മിസ്സിന്റെ കയ്യിൽ നിനക്ക് കിട്ടിയില്ല എങ്കില് അപ്പൊ നിന്റെ ഫസ്റ്റ് ലെസൺ ഞാൻ കണ്ടില്ല എന്നാണ് എന്റെ അർത്ഥം. ഫസ്റ്റ് ലെസണിന്റെ വേർഡ് മീനിങ് ക്വസ്റ്റ്യൻ ആൻസർ കണ്ടില്ല എന്നായിരിക്കാം. കണ്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് എഴുതി അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് തരാതിരിക്കില്ല. ഞാൻ വെറുതെ വിടൂല മക്കളാ കേട്ടാ. ഇതൊക്കെ ഞാൻ എഴുതിയായിരുന്നു. അത് എഴുതി. വേർഡ് മീനിങ്ങും ക്വസ്റ്റ്യൻ ആൻസറും നോട്ട് അത് കണ്ടു മോനെ. വേർഡ് മീനിങ്ങും ക്വസ്റ്റ്യൻ ആൻസറും നോട്ടോ എന്നാ ഞാൻ അത് അയച്ചു തന്നിട്ടുണ്ടാവൂല. അതായിരിക്കും. അത് വേഗം അയച്ചാല് അന്നേ വാങ്ങിയിട്ട് ചോക്ലേറ്റ് ചിലപ്പോ തരുമായിരിക്കും. എനിക്ക് ചോക്ലേറ്റ് മതി. ട്രോഫിയാ വേണ്ടേ? ചോക്ലേറ്റ് മതി. ചോക്ലേറ്റ് മതി. ഓക്കെ. ഷുഗർ കൂടുവേ പിന്നെ? ഇല്ല മിസ്സേ. ഇല്ല. ഓക്കെ, വേഗം അയക്കണേ. അതുകൊണ്ട് എല്ലാരും അയക്കണം, മറന്നു പോലെ. കിട്ടിയിട്ടില്ലെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് അങ്ങനെ ചോക്ലേറ്റോ അല്ലെങ്കിൽ ട്രോഫി എന്തെങ്കിലും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങളെ നോട്ട് മിസ്സിന് കിട്ടിയിട്ടില്ല എന്ന് അർത്ഥം. ഓക്കെ. ഈ കിട്ടുന്നതെല്ലാം സൂക്ഷിച്ച് വെക്കണേ. ആ ലാസ്റ്റ് ഈ വർഷം സൂക്ഷിച്ചു വെച്ച ഉറുമ്പ് ഉണ്ടോ? എന്താടാ ഫെയ്ത്തേ? ചോക്ലേറ്റ് സൂക്ഷിച്ചു വെച്ച ഉറുമ്പ് ഉണ്ടോ? ചോക്ലേറ്റ് സൂക്ഷിച്ചു വെക്കണ്ട, കാരണം നിങ്ങൾ അത് വെള്ളം ഇറക്കി കൊണ്ടുവെക്കൂലേ, അത് സൂക്ഷിക്കണ്ട. ട്രോഫി ഒക്കെ സൂക്ഷിച്ചു വെക്ക, ചോക്ലേറ്റ് നിങ്ങൾ കഴിച്ചോ. അതില് വേർഡ് മീനിങ് ആണ് സെക്കൻഡ് ചാപ്റ്ററിലെ വേർഡ് മീനിങ്, ശബ്ദാർത്ഥ വേർഡ് മീനിങ്. അത് എഴുതുമ്പോ ശ്രദ്ധിക്കണേ. എക്സാമിനായാലും ആ ഹിന്ദി വേർഡും അതിന്റെ ഇംഗ്ലീഷ് മീനിങ് ആണ് വേണ്ടത്. ഹിന്ദി വേണ്ട. വേർഡ് മീനിങ് നോട്ടിലേക്ക് എഴുതുമ്പോൾ ചിലവര് വീണ്ടും ഹിന്ദി മീനിങ് എഴുതുന്നുണ്ട്. ഹിന്ദി മീനിങ്ങിന്റെ ആവശ്യമില്ല നമുക്ക്. അത് നിങ്ങൾക്ക് പഠിക്കാൻ വെറുതെ കൊടുത്തതാണ്, നിങ്ങളെ വെറുതെ കഷ്ടപ്പെടണ്ട ഇപ്പളെ. മിസ് ഫസ്റ്റ് ലെസന്റെ വേർഡ് മീനിങ് ഞാൻ എഴുതിയിട്ടില്ല, ക്വസ്റ്റ്യൻ ആൻസർ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാ ചോക്ലേറ്റ് കിട്ടാത്തത്? ഓർമ്മയിട്ട് കിട്ടിയില്ലേ?
ആ ഇപ്പഴാ മനസ്സിലായി. ഇതാണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ഫുൾ എഴുതി. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിൽ വേർഡ് മീനിങ് ഉണ്ട്, സമാനാർത്ഥി ശബ്ദം ഉണ്ട്, മുഹാവര ഉണ്ട്. അത് മൂന്നും കൂടി ആ ബോക്സിലും കൂടി എഴുതിയിട്ട് അയച്ചോ. അപ്പൊ ഓക്കെ ശരി. അപ്പൊ ഇതിലെ വേർഡ് മീനിങ് ഇന്ന് എഴുതേണ്ടത് ശബ്ദാർത്ഥ വേർഡ് മീനിങ് നിങ്ങൾക്ക് വായിക്കാൻ കിട്ടൂലേ? ഗർവ്, പഥ്യ, നിശാനെ ബാജ്, അകസ്മാത്ത്, ഹിൻഡോലെ, ക്രോധ, വാണി, വർ, വാചാലത, ജീവിക, സ്മരൺ, ചിതടോം, നിർമ്മൽ, ചേഷ്ട, സ്ഫൂർത്തിമാൻ, അവിചൽ, സ്തബ്ധ. അതിന്റെ ഇംഗ്ലീഷ് മീനിങ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഐറ്റംസ് നോട്ട്ബുക്കിലേക്ക് എഴുതണോ? എന്താണ് ഐറ്റംസ്? എഴുതണം, അതുകൂടി എഴുതണം. ആ ബോക്സിൽ എഴുതണം, മുഹാവരെ കൂടി എഴുതണം നോട്ടിലേക്ക്. മുഹാവരെ ദങ്ക് രഹുജാന, ഹൈരാൻ രഹുജാന, ആശ്ചര്യപ്പെടുക. ആംഗേം ബദല്ലേന, ആംഗേം ബദല്ലേന എന്ന വ്യവഹാർ ബദല്ലേന, പെരുമാറ്റത്തിൽ തന്നെ മാറ്റം വരിക. നൗ ദോ ഗ്യാര ഹോ ജാന എന്ന് പറഞ്ഞാല് ഭാഗ് ജാന, ഓടി രക്ഷപ്പെടുക. ഹസ്തേ ഹസ്തേ ലോട്ട് പോട്ട് ഹോന, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബഹുത്തതി ഹസ്തേ ഹസ്തേ ജമീൻ പർ ഗിർപ്പണ, ചിരിച്ചിരിച്ചിട്ട് മണ്ണ് ഭൂമിയിലേക്ക് വീണു മരിച്ചു എന്നെല്ലാം പറഞ്ഞത്. ഘടീ സമീപ് ഹോന പറഞ്ഞാല് മരണം അടുത്തെത്തി, മൃത്യു നികട് ഹോന. ഇത് രണ്ടും നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഓക്കെ. അതുപോലെ ഇന്ന് തന്നെ കോപ്പി റൈറ്റിംഗ് കൂടി ഒരു പേജ് എഴുതിടണേ. ശ്രുതലേഖ ഡിറ്റേഷനിലെ വരുന്ന 2-3 വാക്കുകൾ കോപ്പി റൈറ്റിംഗ് കൂടി. ഫെയ്ത്ത് കോപ്പി റൈറ്റിംഗ് കൂടി എഴുതാനുണ്ട്. അതാണ് ചോക്ലേറ്റ് ലേറ്റ് ആയി പോയത് അയക്കാൻ. കോപ്പി റൈറ്റിംഗ് കൂടി അയക്കണം. അതും കൂടി അയക്കുന്നവർക്ക് ട്രോഫി അതൊക്കെ കിട്ടൂലോ. ഓക്കെ. നെക്സ്റ്റ് ശ്രുതലേഖ ഡിക്റ്റേഷൻ. അപ്പൊ എത്ര എഴുതണം? ഡിക്റ്റേഷൻ പേഡ് എത്ര എഴുതണം? ഒരു പേജിലേക്ക് കൊള്ളുന്നത് എഴുതിയാൽ മതി. 1-ഓ 2-ഓ അത്രയും വാക്കുകൾ നിങ്ങൾ പഠിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. 2 വാക്കുകൾ മതി ഒരു പേജ്. ആകർഷിത, പഥി, അകസ്മാത്ത്, വ്യാഹ്, ജീവിക, സ്മരൺ, ചിതടോ, സ്ഫൂർത്തിമാൻ, ഉജ്വൽ, സ്തബ്ധ. ഇതൊക്കെ നിങ്ങൾക്ക് ഡിറ്റേഷൻ വേർഡ് തന്നിരിക്കുന്നത് ഓൺലൈൻ ക്ലാസ് അല്ലാത്തപ്പോൾ. സ്കൂളിലുള്ള സമയത്ത് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഞങ്ങൾക്ക് ക്ലാസ്സിൽ കയറി ഡിറ്റേഷൻ തരാമായിരുന്നു. ഇതിപ്പോ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സിൽ ഡിറ്റേഷൻ തരല് ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ അതൊന്ന് സമയം കിട്ടുമ്പോൾ എഴുതി പഠിച്ചാൽ മതി. ഓക്കെ. അടുത്ത മൗഖിക പ്രശ്നം, ഓറൽ ക്വസ്റ്റ്യൻസ്. ഞാൻ ചോദിക്കുന്നു, അതിന്റെ ആൻസർ നിങ്ങൾ പറയുന്നു. ഇത് നോട്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടല്ലോ. ചോട്ടെ ജാദൂഗർക്ക് ഈ വേഷഭൂഷ കൈസീതി. ചോട്ടെ ജാദൂഗറിന്റെ വേഷാലങ്കാരം എങ്ങനെയുള്ളതായിരുന്നു നമ്മൾ ഫസ്റ്റ് പേജിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഉസ്കെ ഗലേമേ ഫട്ടെ കുർത്തെ, കീറിയ ഒരു കുർത്ത ഒരു ധരിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപോലെ കഴുത്തിൽ ഒരു ചരട് കെട്ടിയിട്ടുണ്ട് അല്ലേ. അതായിരുന്നു അവന്റെ ഡ്രസ്സ്. ഉസ്കെ ഗലേമേ ഫട്ടെ കുർത്തെ के ऊपर से एक मोटी सी सूत की रस्सी और जेब में कुछ ताश के पत्ते थे. सेकंड क्वेश्चन, छोटा जादूगर पर्दे के पीछे क्यों नहीं जा सका? എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോകാതിരുന്നത്? അവൻ അവിടെ ആ മേള കാണാൻ വേണ്ടി വന്നതല്ലായിരുന്നു അല്ലെ. ഇവൻ കുറച്ച് ആൾക്കാരെ മാജിക് കാണിച്ചിട്ട് പൈസക്ക് വേണ്ടി വന്നതായിരുന്നു. മനസ്സിലാക്കി വെച്ചാൽ മതിയാ ക്വസ്റ്റ്യൻ ആൻസർ. ലേഖകനെ ലടുക്കേക്കോ ബാർഹ് ടിക്കറ്റ് ഖരീദിക്കർ ക്യോം ദിയേ, എന്തിനാണ് അത്രയും ടിക്കറ്റ് കൊടുത്തിരിക്കുന്നത്? അത്രയും ടിക്കറ്റ് കൊണ്ട് അവൻ എന്തെങ്കിലും ലാഭം കിട്ടാൻ വേണ്ടിട്ടല്ലേ. ലേഖകി പത്നിനെ ചോട്ടെ ജാദൂഗർക്കോ കിത്തനെ രൂപേ ദിയേ, എത്രയാണ് ആ ലേഖകിന്റെ പത്നി ആ മജീഷ്യന് നൽകിയ പൈസ എത്രയായിരുന്നു? 1 രൂപ, 1 രൂപയായിരുന്നു കൊടുത്തിരുന്നത് അല്ലേ. നമ്മളാണെങ്കിൽ 10, 50, 100 കൊടുക്കായിരുന്നു. അവര് 1 രൂപയായി. ഇനി അടുത്തതാണ് നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടത്. പ്രശ്നമൊക്കെ ഉത്തർ ലിഖോ, ലിഖിത പ്രശ്നം. റൈറ്റ് ആൻസർ ടു ദി ഫോളോവിംഗ് ക്വസ്റ്റ്യൻസ്. नंबर 1, लेखक ने 13-14 वर्ष के उस लड़के को आश्चर्य से क्यों देखा? എന്തുകൊണ്ടാണ് ലേഖകൻ ആ 13-14 വയസ്സ് പ്രായമുള്ള ആ ആൺകുട്ടിയെ ആശ്ചര്യത്തോടെ നോക്കിയത്? അത് ഇപ്പൊ പറഞ്ഞതില് പേജ് നമ്പർ 6 ഫസ്റ്റ് പാരഗ്രാഫിലെ ഫസ്റ്റ് ലൈൻ ലാസ്റ്റ് ഉസ്കേ തുടങ്ങുന്ന ഭാഗം.
മാർക്ക് ചെയ്ത് വെച്ചോ. ഫെയ്ത്ത് മാർക്ക് ചെയ്തുവാ. തലയാട്ടിക്കൊണ്ടേ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ വെച്ചു മച്ചോ എഴുത്. उसके मार्क नंबर 1 उसके गले में फटे कुर्ते के ऊपर से एक मोटी सी सूत की रस्सी और जेब में कुछ ताश के पत्ते थे. पेज नंबर 6 ले फर्स्ट पैराग्राफ ले फर्स्ट लाइन लास्ट वरी उसके फर्स्ट सेंटेंस लास्ट भागം. सेकंड लाइन है വരുന്നത് मैदान में बिजली जगमगा रही थी. फर्स्ट सेंटेंस है फुहारे के पास एक लड़का शरबत पीने वालों का देख रहा था. सेकंड लाइन. थर्ड लाइन उसके കണ്ടോ ഫെയ്ത്തെ ഫസ്റ്റ് പാരഗ്രാഫ് എടുത്തു. അതിലെ ആദ്യത്തെ സെന്റൻസ് ഫുൾ ഒന്ന് വായിച്ചു നോക്കിയതാ. ഷോൺ കാണിച്ചു കണ്ടു. ഉസ്കെ അവൻ അല്പ കണ്ണുകാണിൽ കുറവുണ്ടാ, കുറച്ച് പ്രായമായില്ലേ. उसके തുടങ്ങുന്നത് മാർക്ക് ചെയ്യാ. उसके गले में फटे कुर्ते के ऊपर से एक मोटी सी सूत की रस्सी और जेब में कुछ ताश के पत्ते थे. എന്താ ആൻമരിയൊക്കെ എന്ത് പറ്റിയെന്തോ? ആൻമരിനെ കണ്ടില്ലല്ലോ. അത്രയും മാർക്ക് ചെയ്തോ? ക്വസ്റ്റ്യൻ നമ്പർ 1 അതാണ് അതിന്റെ ആൻസർ എഴുതേണ്ടത്. क्वेश्चन नंबर 2 श्रीमती जी की वाणी में माम की सी मिठास थी जिसके सामने किसी भी लड़के को रोका नहीं जा सकता. पंक्ति का आशय लिखे. पेज नंबर 7 श्रीमती जी അതായത് ഇങ്ങനെയുള്ളവരെ കണ്ടാലേ വെറുതെ വിടൂല എന്ന് പറഞ്ഞിട്ടില്ലേ? മാജിക് കുറച്ച് കാണിച്ചോ എന്നുള്ള ശ്രീമതി അല്ലേ പറയുന്നത്. ജയശങ്കർ പ്രസാദിന്റെ ഭാര്യയാണ് പറഞ്ഞത്. പേജ് നമ്പർ 7 ട്രാൻസ്ലേഷൻ ഓഫ് ദ ചാപ്റ്റർ എന്നുള്ള ഇംഗ്ലീഷിന്റെ തൊട്ട് മുകളിലെ പാരഗ്രാഫ്, ലാസ്റ്റ് പാരഗ്രാഫ് അതിലുണ്ട്. ലാസ്റ്റ് ശ്രീമതി ജീനെ കഹാ, കണ്ടോ? ശ്രീമതി ജീനെ കഹാ, അവിടെ 2 മാർക്ക് ചെയ്യും. ദിഗലാവോ ജി തും തോ അച്ഛേ ആയേ ഭല കുച്ച് മൻ തോ ബഹലേ. അതാണ് രണ്ടാമത്തെ ആൻസർ. കണ്ടോ ഫെയ്ത്തെ? കണ്ടില്ല മോനെ? ലാസ്റ്റ് പാരഗ്രാഫ് കണ്ടു. ഓക്കെ. ശ്രീമതി ജീനെ കഹാ ദിഗലാവോ ജി. ഞാൻ കണ്ടില്ല. നീ കണ്ടില്ല മോനെ? നെഹീം ജി എന്നുള്ള പാരഗ്രാഫ് എടുക്ക്. ലാസ്റ്റ് പാരഗ്രാഫ് നെഹീം ജി എന്നുള്ള പാരഗ്രാഫ്. ആ സെന്റൻസിന്റെ ലാസ്റ്റ് കുറച്ച് അങ്ങോട്ട് പോയൊക്കെ പിക്ചറിന് തൊട്ട് താഴെ ശ്രീമതി ജീനെ കഹാ, പിക്ചറിന് തൊട്ട് താഴത്തെ ലൈൻ കണ്ടോ? അല്ല ഞാനും വിചാരിച്ചു ഫെയ്ത്ത് ആണെങ്കിൽ വാർദ്ധക്യ പെൻഷൻ അപേക്ഷ കൊടുക്കുന്നു, ഇനി ഷോണിനും പോണോന്ന്. ശ്രീമതി ജീനെ കഹാ ദിഗലാവോ ജി തും തോ അച്ഛേ ആയേ ഭല കുച്ച് മൻ തോ ബഹലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3 അത് മാർക്ക് ചെയ്തില്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ओके. क्वेश्चन नंबर 3 छोटे जादूगर के खेल में क्या देखकर सब हंसते हंसते लोटपोट हो गए. അത് നമ്മൾ ഇന്ന് ക്ലാസ് എടുത്തതിൽ മാർക്ക് ചെയ്തു. നമ്പർ 3 നമ്മൾ ഇന്നെടുത്ത ഭാഗം പേജ് നമ്പർ 8 ഫസ്റ്റ് ലൈൻ. പേജ് നമ്പർ 8 ഫസ്റ്റ് ലൈൻ. गुड्डा वर काना निकला लड़के की वाचालता से ही अभिनय हो रहा था सब हंसते हंसते लोटपोट हो गए. അത് നമ്പർ 3. ഓക്കെ മാർക്ക് ചെയ്തില്ലേ? ഇന്ന് തന്നെ എഴുതി അയക്കണേ. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ എഴുതി അയക്കണം, നാളത്തേക്ക് വെച്ചേക്കണ്ട. नंबर 4 क्षण भर में मुझे अपनी भूल मालूम हो गई. इस पंक्ति में लेखक ने किस भूल की बात की है? പെട്ടെന്ന് ഞാൻ ആ കാര്യം മറന്നുപോയി എന്ന് ലേഖകൻ പറഞ്ഞില്ലേ? ഏതായിരുന്നു ആ കാര്യം? നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തു അല്ലെ? ഉസ് ജോംബടി മേ ദേഖാതോ, ഞാൻ ആ കുടിൽ പോയി കണ്ടപ്പോൾ എന്താണ് കണ്ടത് എന്നുള്ള കാര്യം. उस झोंपड़ी में देखा तो एक स्त्री चिथड़ों से लदी हुई कांप रही थी.
ओके नंबर 5 इस कहानी की सीख अपने शब्दों में लिखो ഈ കഥയിൽ നിന്ന് പഠിച്ച ഗുണപാഠം നിങ്ങള് സ്വന്തം വാക്യത്തിൽ എഴുതാം നിങ്ങൾ സ്വന്തം വാക്യത്തിൽ എഴുതിയെങ്കിൽ ഗുണപാഠം ഒന്നും ആവൂല അല്ലെ അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം ആ പേജ് നമ്പർ 6 ലെസൺ എഴുതിയതിന് തൊട്ട് താഴെയുള്ള ബോക്സ് എടുക്ക് ചോട്ടാ ജാദൂഗർ താഴത്തെ ബോക്സിൽ കണ്ടോ പാടുക ഉദ്ദേശം പാടുക പരിചയം പാടുക ഉദ്ദേശം ഉണ്ട് അല്ലെ ആ പാടുക ഉദ്ദേശിലെ ആ സെന്റൻസ് ആണ് അഞ്ചാമത്തെ ആൻസർ ജീവൻ കെ വിവിധ രൂപവും കാ ജ്ഞാൻ ദേന ജീവിതത്തിലെ വിവിധ മാറ്റങ്ങളെ കുറിച്ച് അറിവ് നേടുക നമ്മള് പണം ഇല്ലെങ്കിൽ ആ രീതിയിൽ ജീവിക്കാനൊക്കെ പഠിക്കുക മാതൃഭക്തി അവർ കർത്തവ്യ പാലനക്ക് ദേക്ക് ദേന സീക്ക് ദേന അതായത് അമ്മയോടുള്ള സ്നേഹം ഭക്തി അതുപോലെ നമ്മളെ അതായത് മക്കളെ അച്ഛനമ്മമാര് നോക്കുന്നത് പോലെ മക്കളും എന്ത് ചെയ്യണം നമ്മുടെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം അല്ലെ നോക്കേണ്ടതുണ്ട് ആ ഗുണപാഠമാണ് നമുക്ക് ലഭിക്കുന്നത് അതാണ് മാർക്ക് ചെയ്യേണ്ടത് ജീവൻ കെ വിവിധ രൂപവും കാ ജ്ഞാൻ ദേന മാതൃഭക്തി ഔർ കർത്തവ്യ പാലൻ കി സീഖ് ദേന അവിടെ 5 മാർക്ക് ചെയ്തേ നമ്പർ 5 ഇതിൽ നമ്മള് എന്താണ് ഫസ്റ്റ് ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഇതുവരെ ഡിറ്റക്ഷൻ വെച്ചുവാ എക്സാം നടത്തിയാ ക്വസ്റ്റ്യൻ ആൻസർ വെച്ചുവാ യെസ് സെക്കൻഡ് ചാപ്റ്റർ ഇല്ലു അല്ലേ സെക്കൻഡ് ചാപ്റ്ററിന്റെ വേർഡ് മീനിങ് വെച്ചാലോ നമുക്ക് ശനിയാഴ്ച വേർഡ് മീനിങ് മാത്രം ഓക്കെ മിസ് ശനിയാഴ്ച സാറ്റർഡേ വേർഡ് മീനിങ് മാത്രം മിസ് ശനിയാഴ്ച മാത്സിന്റെ എക്സാം ഉണ്ട് മാത്സിന്റെ എക്സാം ഉണ്ട് ഇത് വേർഡ് മീനിങ് മാത്രല്ലേ ഫുള്ള് വേണമെന്നില്ല 10 മതി ഓക്കെ മിസ് ഓക്കെ എത്ര മണിക്കാ മിസ് ഇപ്പൊ പഠിപ്പിച്ച അതായത് സെക്കൻഡ് ചാപ്റ്ററിന്റെ ചോട്ടാ ജാദൂഗറിന്റെ 10 വേർഡ്സ് ആദ്യത്തെ 10 എത്ര മണിക്കാ മിസ് രാവിലെ ഞാൻ 10 മണിക്ക് ക്വസ്റ്റ്യൻ ഇടാം നിങ്ങൾ 1 മണിക്കുള്ളിൽ അയച്ചെന്നാ മതി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി അതായത് 10 മതി വേർഡ് മീനിങ് 10 ഹിന്ദി അല്ല മീനിങ് വേണ്ടത് ഇംഗ്ലീഷ് ആണ് കേട്ടോ ഇംഗ്ലീഷ് ആൻസർ എഴുതുമ്പോ ഹിന്ദി കൂടി ഒരു തവണ എഴുതണം എന്നിട്ടേ മീനിങ് എഴുതാൻ പാടുള്ളൂ ആൻസർ മാത്രം എഴുതി അയക്കാൻ പാടില്ല ഗർവ് പത്യം നിശാനേബാജ് അകസ്മാത്ത് ഹിൻഡോലെ ക്രോധ് വാണി വർ വാചാലത ജീവിക വരെ ജീവിക വരെ കേട്ടോ മറന്നുപോലെ പഠിക്കണേ വേർഡ് മീനിങ് ശനിയാഴ്ച 10 മണിക്ക് ഇടുന്നതായിരിക്കും നിങ്ങൾ 1 മണിക്കുള്ളിൽ അയച്ചിരുക രാവിലെ 10 മണിയല്ലേ രാവിലെ 10 മണിയല്ലേ ആ രാവിലെ രാത്രിക്കൊന്നും അയച്ചു തരില്ലപ്പാ നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി ഞാൻ വിടും അപ്പൊ ഇതില് ഇന്ന് എഴുതേണ്ട നോട്ട് വേർഡ് മീനിങ് മുഹാവരെ ഈ ക്വസ്റ്റ്യൻ ആൻസറും ഇന്ന് നോട്ട്ബുക്കിലേക്ക് അതുപോലെ കോപ്പി റൈറ്റിങ്ങും ഡിക്റ്റേഷനിൽ 2 വാക്കുകൾ കോപ്പി റൈറ്റിംഗ് കൂടി എഴുതിയിട്ട് മിസ്സിന് ഇന്ന് അയച്ചു തരണം വൈകുന്നേരത്തിനുള്ളിൽ കേട്ടാ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ശ്രേയ കേട്ടില്ലല്ലോ ശനിയാഴ്ച ഈ ലെസണിലെ ആദ്യത്തെ 10 വാക്കുകള് 10 വേർഡ് മീനിങ് ഡിക്റ്റേഷൻ ഉണ്ടാവും ശനിയാഴ്ച 10 മണിക്ക് ക്വസ്റ്റ്യൻ ഞാൻ ഗ്രൂപ്പിലിടും നിങ്ങൾ 1 മണിക്ക് മുന്നേ അയച്ചു തരിക എഴുതിയിട്ട് ക്വസ്റ്റ്യനും എഴുതണം ആൻസർ എഴുതണം ആൻസർ മാത്രം എഴുതി അയക്കാൻ പാടില്ല അതുപോലെ ഇന്ന് വേർഡ് മീനിങ് മുഹാവരെ ഇപ്പൊ പറഞ്ഞ ഈ 5 ക്വസ്റ്റ്യൻ ആൻസറും നോട്ടിലേക്ക് എഴുതി മിസ്സിന് പേഴ്സണലായിട്ട് അയച്ചിരുക അതിന്റെ കൂടെ ഒരു പേജ് കോപ്പി റൈറ്റിങ്ങും മറന്നുപോയേക്കരുത് ഒരു പേജ് ഡിക്റ്റേഷനിൽ വരുന്ന ഏതെങ്കിലും 1-2 വാക്കുകൾ തെറ്റാതെ ശ്രദ്ധിച്ചെഴുതുക ഇനി നെക്സ്റ്റ് അതും കൂടി പറയാം ചിലപ്പോ ക്ലാസ് കട്ടായി പോവും എന്നാലും അതുവരെ നമുക്ക് പരമാവധി നോക്കാം दिए गए बॉक्स में पाठ के अनुसार वाक्यों का सही क्रम लिखो താഴെ കൊടുക്കുന്ന സെന്റൻസിലെ ക്രമമായിട്ട് കഥയ്ക്ക് അനുസരിച്ച് ക്രമമായിട്ട് തിരിക്കണം അതിൽ നമ്പർ 1 ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട് മേം ന ജാനെ ക്യോ മുസ്കി ഓർ ആകർഷിത് ഹുവാ അത് കഴിഞ്ഞ് എന്താണ് എന്നുള്ളത് മാർക്ക് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ് രണ്ടാമത് ഏതായിരിക്കും പറയാൻ പറ്റുമോ മേം ഹു
छोटा जादूगर कहिए तो खेल दिखाऊं ले मेम हूം छोटा जादूगर ആ ബ്രാക്കറ്റിലെ ആ ബോക്സിൽ 2 നമ്പർ ഇട്ടേ നമ്പർ 2 നമ്പർ 3 രണ്ടാമത്തെ സെന്റൻസ് ബാബുജി ജയിൽ മേം ഹെ മാർക്ക് ചെയ്തോ ഇപ്പോ തന്നെ ബാബുജി ജയിൽ മേം ഹെ നമ്പർ 3 नंबर 4 वह निकला पक्का निशानेबाज उसकी कोई गेंद गाली नहीं गई नंबर 4 फर्स्ट लाइन इजाज मार्क ചെയ്യുന്നുണ്ടോ മോനെ മാർക്ക് ചെയ്തുവാ Miss 3. नंबर 3 बाबूजी जेल में है ഇജാസിന് ടെക്സ്റ്റ് ബുക്ക് ഇല്ല അല്ലേ അപ്പൊ ഞാനിത് ഗ്രൂപ്പിൽ ഇടേണ്ടി വരും അല്ലേ Miss ഞാൻ ഇട്ടു കൊടുക്കാം. ആ ഓക്കെ മറന്നു പോലെ മോനെ ആ പേജ് ഫുള്ള് ഇട്ട് കൊടുക്കണേ വേർഡ് മീനിങ് എല്ലാം സെക്കൻഡ് ഒന്ന് പറയാമോ? സെക്കൻഡ് മേം ഹും ചോട്ടാ ജാദൂഗർ കഹിയെ തോ ഖേൽ ദിഖാऊं थर्ड सेकंड बाबूजी जेल में है 4 അതിന് മൊട്ട് മോളില് वह निकला पक्का निशानेबाज उसकी कोई गेंद गाली नहीं गई नंबर 5 श्रीमती जी ने धीरे धीरे से उसे 1 रुपया दे दिया श्रीमती जी ने धीरे से उसे 1 रुपया दे दिया नंबर 6 അപ്പോൾ ഏതായിരിക്കും അഞ്ചാമത്തെ उस उज्जवल धूप में समग्र संसार जैसे जादू सा मेरे चारों ओर नृत्य करने लगा इനി അടുത്തത് इस कहानी के पहले अनुच्छेद का अपनी मातृभाषा में अनुवाद करें ഈ പാഠഭാഗത്തിന്റെ ഫസ്റ്റ് പാരഗ്രാഫിന്റെ മലയാളം തർജ്ജമ എഴുതാനാണ് അവിടെ ട്രാൻസ്ലേറ്റ് ദി ഫസ്റ്റ് പാരഗ്രാഫ് ഓഫ് ദ സ്റ്റോറി ഇൻ യുവർ മദർ ടങ് എഴുതാൻ പറ്റുമോ സ്വന്തമായിട്ട് ഹോംവർക്ക് ആയിട്ട് എഴുതാൻ പറ്റുമോ എഴുതി നോക്കിക്കോ ഫസ്റ്റ് പാരഗ്രാഫ് മാത്രം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യണം തൊട്ട് താഴെ വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഉണ്ട് കേട്ടോ മറന്നുപോലെ അത് ഹോംവർക്ക് ആണ് അത് നിങ്ങൾ എഴുതി അയച്ചു തരണം നോട്ട്ബുക്കിൽ എഴുതിയാൽ മതിയോ? നോട്ട്ബുക്കിൽ വേണ്ട ആ ടെക്സ്റ്റിൽ ആ ലൈൻ ആയല്ലേ വിട്ടിട്ട് നോട്ട്ബുക്കിലേക്കൊന്നും വേണ്ട ഒരുപാടൊന്നും നോട്ട്ബുക്കിലേക്ക് വേണ്ട അവിടെ തന്നെ എഴുതിയാൽ മതി ആ വിട്ട ഭാഗത്ത് ആ പാഠഭാഗത്തില് ആ മലയാളത്തിൽ മദർ ടങ് എന്നല്ലേ കൊടുത്ത് മലയാളത്തിലേക്ക് ഫസ്റ്റ് പാരഗ്രാഫിന്റെ മലയാളം തർജ്ജമ അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ തൊട്ട് താഴെ ഇംഗ്ലീഷ് ഉണ്ട് ഇവിടെ അത് നോക്കിയിട്ട് സംശയം തീർക്കാം ഇനി ലാസ്റ്റ് ഭാഷാ കി ബാത്ത് രാ കെ വിഭിന്ന രൂപം കെ ശബ്ദ ലിഖോ രാ ചേർത്ത് വരുന്ന ശബ്ദങ്ങൾ ഉണ്ടാക്കണം രാ ട്രെയിൻ ഒരു സെന്റൻസ് കൊടുത്തിട്ട് രാ ഉപയോഗിച്ച് പലവിധ വാക്കുകൾ വരുന്നുണ്ട് അത് എഴുതാൻ വേണ്ടി അത് ഞാൻ മിസ് ഗ്രൂപ്പിൽ അയച്ചുതരാം എഴുതിയിട്ട് ആദ്യം രാ വരുന്ന വാക്ക് വേണമെങ്കിൽ എഴുതണം അത് രവിവാർ ഒന്ന് എഴുതാം രവിവാർ പിന്നെന്താ രാമു രാ ഇനി തൊട്ട് താഴെ ഇർന്ന് വരുന്ന സ്പർശ സ്ഫൂർത്തിമാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ സ്ഫൂർത്തി വരുന്ന വേർഡ് സ്ഫൂർത്തിമാൻ അവിടെ ഇർന്നില്ല ചിഹ്നം വരുന്നത് ആ ചിഹ്നം വരുന്ന വാക്കുകളാണ് കണ്ടുപിടിച്ച് എഴുതാൻ പറഞ്ഞത് സ്ഫൂർത്തിമാൻ പിന്നെ അതുപോലെ മൂർത്തി അതും വരുന്ന വാക്കുകളാണ് ഇനി അടുത്ത മേലെ ഉണ്ട് മേലെ അത് നമുക്ക് പിന്നീട് നോക്കിയിട്ട് എഴുതാം അതുപോലെ തൊട്ട് താഴെ നിമ്നലിഖിത ശബ്ദം കെ ദോ പര്യായവാചി ശബ്ദ ലിഖോ ബീമാർ ബീമാറിന രോഗി അല്ലെ രോഗം രോഗി ഇപ്പൊ ക്ലാസ് കട്ടായി പോവും ആ പര്യായ പദം